നമുക്ക് ഓരോ ദിവസമായി പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ കളിക്കാൻ പോകുന്നത്. നമ്മൾ കുട്ടിക്കാലത്ത് ഇതുപോലെ ചടി പിടിക്കാറുണ്ടല്ലോ. എന്നാൽ പിന്നെ പോയേക്കാൻ ഞാൻ വിചാരിച്ചു. പണ്ടൊക്കെ കിലോമീറ്റർ നടന്ന എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടെങ്കിലും ഇപ്പോൾ ഇരുചക്ര ശകടത്തിലും സൂചിച്ചതുകൊണ്ടാകണം പഴയ കിലോമീറ്റർ ചരിത്രം പറഞ്ഞിരിക്കാനല്ലാതെ നടക്കാനായത് തന്നെ. എങ്കിലും ചരിത്രം വിളിമ്പോൾ നാവ് കൊണ്ട് നടത്തം മടി പറഞ്ഞ് നാടക്കേടാവുമല്ലോ എന്ന് വെച്ച് രണ്ടും കളിപ്പിച്ച് ഞാനും നടന്നു. അല്ല പിന്നെ കട്ടക്ക് ചേച്ചിയുണ്ട്. എൻ്റെ സുലം അവിടെ വിളിച്ച് പറഞ്ഞോണ്ട് നിൽക്കുന്നേ വീഡിയോ പിടിച്ചോണ്ട് പോകാൻ എന്തൊക്കെ പറഞ്ഞോണ്ട് പോകണേ. പണ്ട് ഇതുപോലെ തോട്ടിൽ സന്ധ്യാസമയത്ത് പോകുമ്പോൾ എൻ്റെ അമ്മൂമ്മ പറയായിരുന്നു അർജുന ഫൽഗുണ പാട് നടക്കൻ്റെ മോളേന്ന്. കാലം പോയി ഓരോ പോക്കേ. വീഡിയോയിൽ മുഖം കാണിക്കാതെ മറിഞ്ഞിരിക്കുന്ന ഈ വിരുദ്ധനാണ് എൻ്റെ മരുമകൻ. എന്നാൽ കാട്ടാത്ത മുഖം കാട്ടിയിട്ട് തന്നെ കാര്യം ഞാൻ വിചാരിച്ചു. ഈ പോകുന്നതാണ് എൻ്റെ വലിയ വിരുദ്ധൻ. എന്തോ മറന്നു വെച്ച് എടുക്കാൻ പോകുന്നത് പോലെ ആത്മാർത്ഥം നടത്താൻ കൊണ്ട് നടക്കാൻ എന്നേക്കാൾ ലോകപണിയാണ് ഈ വിരുദ്ധൻ. എന്നാലും അവൻ്റെ കാര്യത്തിന് അവൻ എക്സ്പ്രസ്സും ആകും. അങ്ങനെ നമ്മളെ ലക്ഷ്യസ്ഥാനത്തെത്തി. വെള്ളം ഇതുവരെ കണ്ടിട്ടില്ലാത്തതുപോലെ രണ്ടുപേരും വെള്ളത്തിലോട്ട് ചാട്ടം. എല്ലാ അമ്മമാരെയും പോലെയും വെള്ളത്തിൽ കളിക്കുന്ന മകനെ ചാടലേടാ തുള്ളലേടാ എന്നൊക്കെ പറഞ്ഞ് വാതോരാതെ ചീത്ത പറഞ്ഞ് ഞാനിരുന്നു. ഒരു രസം. ഈ ചീത്ത പറഞ്ഞിരിക്കുന്നത് ഞാനേതാ മുതലെന്നോ. പാലും കൊണ്ട് വെളുപ്പിന് പോകുന്ന നാരായണി ചുച്ചക്ക് പാലും കൊടുത്തു വരുന്നത് വരെ വെള്ളത്തിൽ പേക്കോന്നവള കണക്കിരിക്കുന്നവളാണ് ഈ ഞാൻ. അല്ല വേണ്ട നിന്നിവിടെ പുതുക്കാനിട്ടതാണെന്ന് പലതവണ ചേച്ചി ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിന് ചെവി കൊടുക്കാതെ വെള്ളത്തിലിരിക്കുന്ന എൻ്റെ ഇരുത്തം കണ്ട് പുഴയാമ്പൽ വരെ നാണിച്ച് തലതാഴ്ത്തി കാണും. ഇവൻ ഇന്നിരിക്കുന്നത് തോട്ടിലാണെങ്കിൽ ഞാൻ അന്നിരുന്നത് ഒരു പുഴയിലാണെന്ന് മാത്രം. അതൊക്കെ ഒരു കാലം. പിള്ളേരിങ്ങനെ വെള്ളത്തിൽ ചാടി തിമിർക്കുന്നതാണ് പെണ്ണിലെ പഴയ പേക്കോൻ തവള ഉണർന്നു. ഞാനും പതുക്കോന്ന് പറഞ്ഞ വെള്ളത്തിലേക്ക്. ആ സീൻ ഇവിടെ കാണിച്ച് നാണം കേടാൻ ഒരു താല്പര്യം ഇല്ലാത്തത് കൊണ്ട് എല്ലാവർക്കും ഗുഡ് ബൈ, ശുഭദിനം.